കൊല്ലം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതോടുകൂടി കിടക്കപ്പുറതിയില്ലാത്തത് കോൺഗ്രസുകാർക്കാണ്. സംസ്ഥാന സമിതിയിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുത്തതിൽ മുഴുവൻ വീർപ്പുമുട്ടലും ഉറക്കമില്ലായ്മയും കാരണം കോൺഗ്രസുകാർ ഓടി നടക്കുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയുന്നത്. ഇനി എങ്ങാനും ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പ്രവർത്തകനെ അഭിപ്രായ ഭിന്നതയോടെ വീണു കിട്ടിയാൽ അപ്പോൾ തന്നെ എടുത്ത് ഒക്കത്തിരുത്തി കൊണ്ടുപോകാമെന്ന് കൊതി നോക്കിയിരിക്കുകയാണ് കോൺഗ്രസുകാരും BJP-ക്കാരും കുറച്ചു ദിവസമായി. അയ്യോ പാവം, കിട്ടിയില്ലേ, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് സഖാക്കളെ മുഴുവൻ ആശ്വസിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവർക്കൊന്നും നാണമില്ലല്ലോ എന്ന് മാത്രമാണ് ചോദിക്കാനുള്ളത്. കാലാകാലങ്ങളായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞ ഒരാളെയും സ്വന്തം പാർട്ടിയുടെ ചെളിക്കുണ്ടിലേക്ക് തള്ളിയിടാമെന്ന് കോൺഗ്രസുകാരനും BJP-ക്കാരനും സ്വപ്നം പോലും കാണേണ്ട. പത്മകുമാറിന്റെ വിഷയത്തിൽ പത്മകുമാറിനെ സ്വീകരിക്കാൻ താലമെടുത്തിരുന്നിട്ട് നാണം കെട്ട കോൺഗ്രസുകാർക്ക് ഇതാ അടുത്ത ചൂടൻ മറുപടിയുമായി വന്നിരിക്കുന്നത് മറ്റാരുമല്ല, കടകംപള്ളി സുരേന്ദ്രനാണ്. കഴിഞ്ഞ 48 വർഷമായി തലസ്ഥാനത്ത് തന്നെ ഉള്ള ആളാണ് താനെന്നും നിങ്ങളുടെയൊക്കെ മുന്തിയ മാധ്യമ പ്രവർത്തകരുമായിട്ട് തനിക്ക് ബന്ധമുണ്ടെന്നും മാധ്യമപ്രവർത്തകരുമായി അകന്നു നിൽക്കുന്ന ഒരാളല്ല, മാധ്യമപ്രവർത്തകരുമായി അടുത്തു നിൽക്കുന്ന ഒരാളാണ് താനെന്നും സ്വന്തം പാർട്ടിയുടെ കരുത്ത് സൂക്ഷിച്ചുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരോട് താൻ അടുത്തു നിൽക്കുന്നത് എന്നും കടകംപള്ളി പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്തുള്ള സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് 4 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചാണ് താൻ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ഒരു ജോലി ലഭിച്ചിട്ടും ആ ജോലി വേണ്ട എന്ന് വെച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി പൊതുരംഗത്തേക്ക് ഇറങ്ങിയ ആളാണ്. സംസ്ഥാന സമിതിയിലേക്ക് എന്നെ തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന് തക്ക നിലയിലേക്ക് തന്നെ വളർത്തിയത് ഇതേ ഇടതുപക്ഷ പ്രസ്ഥാനമാണെന്നും കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷമുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറായി വിജയിച്ച ആളാണ് താനെന്നും നിയമസഭയിലെ മത്സരിച്ച സമയത്തെല്ലാം അഭിമാനകരമായ വിജയം തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും കടകംപള്ളി കൂട്ടിച്ചേർത്തു. എന്നു കരുതി സ്വന്തം തോൽവിയും അദ്ദേഹം മറച്ചുവെച്ചില്ല. തെറ്റായ ചില തീരുമാനങ്ങളുടെ പേരിൽ താൻ തോറ്റിട്ടുണ്ട് എന്നതും താൻ മറക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മത്സരിച്ച ഇടമല്ലാതെ ആറ്റിങ്ങൽ പോലെ മറ്റൊരു മണ്ഡലത്തിൽ പ്രഗത്ഭനായ വക്കം പുരുഷോത്തമനെ പോലെയുള്ള ഒരു എതിരാളിയോട് തനിക്ക് മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും രാഷ്ട്രീയ അധികാരം നേടുകയും ചെയ്യുകയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ലക്ഷ്യമെന്ന് താൻ വിചാരിക്കുന്ന ഒരാളല്ല എന്നും അതിനുവേണ്ടി ഞാൻ ആരോടും വക്കാലത്ത് പറയാൻ പോയിട്ടില്ല എന്നും പാർട്ടി കാലാകാലങ്ങളിൽ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ തികഞ്ഞ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി നിർവഹിക്കുക മാത്രമാണ് തന്റെ കടമയെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 32 മണിക്കൂർ നീണ്ടുനിന്ന ഐതിഹാസിക സമരം നടത്തിയതിന്റെ മുൻനിരയിൽ പ്രവർത്തിച്ച ആളാണ് താനെന്നും 1.5 ലക്ഷം വോളണ്ടറിമാർ സെക്രട്ടേറിയറ്റ് തടഞ്ഞുവെച്ച ആ സമരത്തിൽ പിണറായി വിജയന്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ആളാണ് താനെന്നും ആ സമരത്തിന്റെ നേതൃത്വവും സംഘാടനവും സ്വന്തം കയ്യിൽ തന്നെയായിരുന്നു എന്ന് കരുതി പാർട്ടിയുടെ ഒരു സ്ഥാനമാനവും തനിക്ക് വേണമെന്നോ മന്ത്രിയോ MLA-യോ മറ്റു ഏതെങ്കിലും ഒരു ഉയർന്ന സ്ഥാനമോ തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി എപ്പോഴെങ്കിലും ആവശ്യപ്പെടുകയോ സമ്മർദ്ദപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല താനെന്നും അദ്ദേഹം ഉറച്ച സ്വരത്തിലാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. തന്റെ രാഷ്ട്രീയ ദൗത്യം നിറവേറ്റുക മാത്രമാണ് താൻ ചെയ്യുന്നതെന്നും അതിൽ പരാതി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമപ്രവർത്തകർക്കുമാണ് എന്നും കടകംപള്ളി സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. വെറുതെ എന്തിനാണ് കോൺഗ്രസുകാരെ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് വീണു കിട്ടുന്ന നേതാക്കന്മാരെ മുഴുവൻ വലവീശി പിടിക്കാൻ നടക്കുന്നത്? നാണമില്ലല്ലോ. ഈ കേട്ടതൊന്നും പോരെങ്കിൽ പത്മകുമാറിന്റെ വകയും മറുപടി വന്നിട്ടുണ്ട്. നാളത്തെ CPM ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കുമെന്ന് പത്മകുമാർ പറഞ്ഞു. പരസ്യ പ്രതികരണം തെറ്റായി പോയെന്നും പാർട്ടി തനിക്കെതിരെ എന്ത് അച്ചടക്ക നടപടി സ്വീകരിച്ചാലും അനുസരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വൈകാരികമായി പ്രതികരിച്ചു പോയതാണെന്നും പറയാനുള്ളത് പാർട്ടിക്കുള്ളിൽ പറയേണ്ടതായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 52 വർഷക്കാലം പ്രവർത്തനം നടത്തി. മനുഷ്യരാകുമ്പോൾ തെറ്റും ശരിയുമൊക്കെ ഉണ്ടാകും. പാർട്ടിയിൽ നിന്ന് പോയ എത്രയോ പേർ തിരിച്ചു വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയിലെ ഒരാൾക്കൊരു പ്രശ്നമുണ്ടായാൽ അത് പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകും എന്ന് പത്മകുമാർ പറഞ്ഞു. BJP നേതാക്കൾ വീട്ടിലെത്തിയത് മാധ്യമ ശ്രദ്ധ കിട്ടാനാണെന്നും അതൊന്നും ഇവിടെ വിലപ്പോവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏതാണ്ടൊക്കെ BJP-ക്കും കോൺഗ്രസിനും വയറു നിറഞ്ഞ സ്ഥിതിക്ക് ഇനി കുറച്ച് വിശ്രമിച്ചാട്ടെ.